ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ ഒരു സാമ്പാർ കട്ട് ചെയ്യുക കേട്ടോ. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ദോശയ്ക്കുള്ള മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇഡ്ഡലി സാമ്പാറും കഴിക്കാനായിട്ടൊരു മോഹം തോന്നി. അങ്ങനെ വിചാരിച്ചു ഫ്രിഡ്ജിലിരിക്കുന്ന പച്ചക്കറിയൊക്കെ എടുത്തൊരു സാമ്പാറും വെച്ചിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് പച്ചക്കറികളെല്ലാം കട്ട് ചെയ്തെടുക്കുവാണ്. ഇതെല്ലാം ഓൾറെഡി കഴുകി വെച്ചിരുന്ന പച്ചക്കറികളായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുത്താൽ മതി. ഞാൻ ഉപ്പൊക്കെ ഇട്ട് കഴുകി വെച്ചിരുന്നതായിരുന്നേ. അപ്പോൾ പച്ചക്കറി എല്ലാം കഴുകി വാരിയിട്ട് ഒരു കുക്കറിലിട്ട് അതിലാദ്യം ഞാൻ തോരൻപരിപ്പ് നനച്ച് കഴുകി വൃത്തിയാക്കി വാരിയിട്ടായിരുന്നേ. എന്നിട്ട് പച്ചക്കറികളെല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു, പച്ചമുളക് ഇട്ടു, ഉപ്പിട്ടു. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വിസിൽ കേൾപ്പിക്കാനായിട്ട് കുക്കറിൽ വെക്കുക കേട്ടോ. അടുപ്പിൽ വെക്കുവാണേ. ഒരു 2 വിസിൽ ഞാൻ കേൾപ്പിക്കും കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഇച്ചിരി നന്നായിട്ടൊന്ന് ഉടയുന്നതാണ് ഇഷ്ടം. അങ്ങനെ അത് ആദ്യമേ അങ്ങ് അടുപ്പിലോട്ട് വെച്ചു. പിന്നെ മോൾക്ക് എന്ന് രാവിലെ കഞ്ഞിയാണ് കൊടുക്കുന്നത് കേട്ടോ. പൊടിയരി കഞ്ഞിയാണ് മോൾക്ക് ഇഷ്ടം രാവിലെ കുടിക്കാനായിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പൊടിയരി കഞ്ഞിയാണ് കഴിക്കത്തുള്ളൂ. അതിന് ശേഷം മാത്രമേ എന്തെങ്കിലും ദോശയോ അപ്പോൾ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എന്നും എഴുന്നേറ്റിട്ട് എൻ്റെ റൊട്ടീനിൽ വരുന്നൊരു കാര്യമാണ് ഇതുപോലെ പൊടിയരി കഞ്ഞി ഉണ്ടാക്കുക. അതും ഞാൻ കഴുകി അരി വാരി കഴുകിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ടേ. അത് 2 വിസിൽ കേൾപ്പിക്കും. അതിന് ശേഷം അപ്പോഴത്തേക്കും പാല് വന്നിട്ടുണ്ട്. പിന്നെ ചായ ഇടാനായിട്ട് അടുപ്പിലോട്ട് വെച്ചു. അപ്പോഴത്തേക്കും കഞ്ഞി വെന്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ചായ ഇടാനുള്ള പുറപ്പാടിലായിരുന്നു. ചായ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിച്ചു. അപ്പോഴത്തേക്കും ഭയങ്കര ഉറക്കത്തിലായിരുന്നു മോൾക്ക് ഇന്നൊരു പ്രത്യേക ഒരു പരിപാടിയുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് അംഗനവാടിക്കാരുടെ ഫാൻസി ഡ്രസ്സ് ഞാൻ കാണുന്നത്. ഫാൻസി ഡ്രസ്സും അതുപോലെ ആക്ഷൻ സോങ്ങും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 35 അംഗനവാടികൾ ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അത് മോൾക്ക് ഇന്ന് പ്രോഗ്രാമിന് പോകണം. അപ്പോൾ അതിനുള്ള തിടുക്കത്തിലാണ് രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കുന്നത്. കഴിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോഴത്തേക്ക് കുക്കറിൽ വെച്ചിട്ടുള്ള സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തു. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കടുകിട്ടു. അതുപോലെ അതിൽ വറ്റൽമുളക് ഇട്ടു, കൊച്ചുള്ളി അരിഞ്ഞിട്ടു, കറിവേപ്പില ഇട്ടു. ഇതിട്ടെല്ലാം വഴറ്റിയിട്ട് സവാളയും പിന്നെ പച്ചമുളക്, വെണ്ടയ്ക്ക, തക്കാളി ഇതെല്ലാം കൂടി ഇട്ട് വഴറ്റും. നന്നായിട്ട് വഴറ്റിയിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഓൾറെഡി ഞാൻ കുക്കറിൽ കുറച്ച് ഇടും. എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ ഉലുവാപ്പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി പൊടി ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവണം കേട്ടോ. അതിന് ശേഷം ഇതെല്ലാം കൂടി കുക്കറിലോട്ട് ഇട്ടു നന്നായിട്ട് തിളപ്പിച്ച് സെറ്റാക്കി എടുക്കും. അങ്ങനെയാണ് സാമ്പാർ വയ്ക്കുന്നത്. ഞങ്ങളുടെ രീതിയിൽ സാമ്പാർ വയ്ക്കുന്നത് അങ്ങനെയാണ് കേട്ടോ. പല രീതിയിൽ വയ്ക്കാം, വറുത്തരച്ചൊക്കെ വയ്ക്കുമല്ലോ. പക്ഷേ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ സാമ്പാർ ഈ ടൈപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ മോൾക്ക് ഇന്നൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഫാൻസി ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി സെറ്റാക്കി പെട്ടെന്ന് ഒരു 10 മണിയായപ്പോൾ തന്നെ നമ്മൾ ഒരു ഓട്ടപ്പാച്ചിൽ നമ്മൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. എന്തായാലും മോള് നന്നായിട്ട് പെർഫോം ചെയ്തു. ആദ്യമായിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അതിൻ്റെ നല്ല ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ മോൾക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും നല്ല മിടുക്കിയായിട്ട് തന്നെ പെർഫോം ചെയ്തു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ മനസ്സൊന്നും നിറഞ്ഞു. എന്തായാലും അത്ര നല്ല രീതിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിൽ തന്നെ മോള് പെർഫോം ചെയ്തു. പിന്നെ അതിന് ശേഷം ഉച്ചയ്ക്ക് ഫുഡൊക്കെ ഞങ്ങൾക്ക് അവിടെ നിന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ച ആ സമയത്ത് ബ്രേക്കായ ഒരു സമയത്ത് കൊച്ചു കുട്ടികൾക്കൊക്കെ കയറുന്നത് പാടാനും കൂടെ അവരൊരു അവസരം കൊടുത്തു. അപ്പോൾ മോൾക്കും പാടണമെന്ന് പറഞ്ഞ് അങ്ങനെ മോളെ ഞാൻ സ്റ്റേജിൽ കയറ്റി അവളങ്ങനെ പാട്ട് പാടുന്നതാണ് കേട്ടോ ഈ കാണിക്കുന്നത്. അതിന് ശേഷം സമ്മാനം ഉണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. ഫസ്റ്റ് ജീവിതത്തിലെ ആദ്യത്തെ പ്രൈസാണ് കിട്ടിയിരിക്കുന്നത്. അത് അംഗൻവാടിയിൽ നിന്ന് തന്നെ കിട്ടിയതിലും ഏറ്റവും വലിയ സന്തോഷമുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.